മിയക്കുട്ടിയുടെ മാമോദീസയാണ്. ഘോഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എല്ലാവർക്കും കാണുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞിട്ട് ഹലോ എവ്രിവൺ, ദിസ് ഇസ് മിയാനു ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിയക്കുട്ടിയുടെ മാമോദീസയാണ്. ഇതെല്ലാവരും വീട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനും എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല കുറച്ച് മൊമെൻറ്റ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊമ്മും മീയും പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേർ ശരിക്കും അടിച്ച് പൊളിച്ച് ഭയങ്കര ഹാപ്പിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറമ്പഞ്ചേരി സെൻറ്റ് സ്റ്റീഫൻസ് ഫാനായ ചർച്ചിൽ വെച്ചിട്ടാണ് മിയയുടെ മാമോദീസ. അപ്പം മാമോദീസ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണാം. കുട്ടിയുടെ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് കാത്തിരുന്ന ഒരു വിശേഷമായിരുന്നു കേട്ടോ. അപ്പം ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന ശേഷം അവർ ആദ്യമേ തന്നെ മീക്കുട്ടീനെ വേറെ 2 ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മൾ മീക്കുട്ടിയുടെ ബാക്കി ആക്സസറീസും കാര്യങ്ങളെല്ലാം നമ്മൾ ബാംഗ്ലൂർ ഒരു ബുട്ടീക്കിൽ ചെയ്യിപ്പിച്ചത്. നല്ല രസമായിട്ടാണ് അവർ ചെയ്തു തന്നെ. പിന്നെ നമ്മൾ മീക്കുട്ടിക്ക് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മൾ അണിയിക്കുകയാണ്. മീക്കുട്ടീനെ കൊലുസും അരഞ്ഞാണവും വള അങ്ങനെയുള്ള കാര്യങ്ങൾ മാലയൊക്കെ നമ്മൾ മീക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ടാണ് വീട്ടിലൊരു മാമോദീസ നടക്കുന്നത്. തുമ്മല മാമോദീസ അവിടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ഫസ്റ്റ് ടൈം ആ വീട്ടിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ചേട്ടായുടെ വീട്ടിൽ നിന്ന് വന്നിട്ടായിരുന്നു. അവർ വന്ന ശേഷമാണ് മീക്കുട്ടീനെ മാമോദീസ ഡ്രസ്സ് ഇട്ട് ഒരുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും നല്ല സന്തോഷത്തിൽ. ആകെ അവൾ മാത്രമേ അലമ്പുണ്ടായിരുന്നുള്ളൂ. അവൾ നല്ല അലമ്പായിരുന്നു ആസ് യൂഷ്വൽ. അവൾ അവിടെ കിടന്ന് കരഞ്ഞു പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തുമ്മും ഹാപ്പി ആയിരുന്നു. എല്ലാം നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. വെള്ളം കോരാൻ പോയപ്പോ കണ്ണിറുക്കി കാണിച്ചേ മഴമഴയത്ത് നനനയുടെ കൊച്ചുണ്ടാപ്പിരി മഴമഴയത്ത് നനനയുടെ കൊച്ചുണ്ടാപ്പിരി എന്റെ കൊച്ചുണ്ടാപ്പിരി. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അവന് കൊണ്ടുപോയി അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച ശേഷം കേട്ടോ പള്ളിയിലോട്ട് ഇറങ്ങിയത്. പറമ്പഞ്ചേരി സെൻറ്റ് സ്റ്റീഫൻസ് ജ്ഞാനായ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു മീക്കുട്ടിയുടെ മാമോദീസ. അപ്പോൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായത് ബിബി ചേച്ചിയും ജോമോൻ ചേട്ടനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് നമ്മുടെ മീക്കുട്ടിയുടെ മാമോദീസയ്ക്ക് വന്നത്. എല്ലാവർക്കും സന്തോഷമാണെങ്കിലും അവൾ അവിടെ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു. അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയിൽ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിയിൽ അവളുടെ മാമോദീസ പേര് മിയ എന്നാട്ടോ ഇട്ടേക്കുന്നത്. അറിയാലോ, പേര് ഹീസൽ മിയ ലിജോ എന്നാണ്. മാമോദീസ പേര് മിയ എന്നാണ് ഇട്ടേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ ശേഷം മാമോദീസയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെയൊക്കെ കൂടെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം മീക്കുട്ടിയുടെയും ചേട്ടായുടെയും ചേച്ചിയുടെയും തന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രസംഗം ഉണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ മിയക്കുട്ടീനെ പറ്റി പറയാനാണ് എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നുണ്ടായ വാവയാണ്. സോ ലൈക്ക് 7 years ഓഫ് വെയിറ്റിങ്ങിന് ശേഷം വരുന്ന ബേബിയാണ്. അപ്പം എന്താ പറയുക, ഞാനും ചേച്ചിയും ഭയങ്കര ക്ലോസാണ്. അപ്പം എനിക്ക് മീക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാവേനെ പോലെ. കാരണം ഞാനും ചേച്ചി തമ്മിൽ 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ മമ്മീനേക്കാളും കൂടുതൽ എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവൾ എനിക്ക് ലൈക്ക് ഷി വാസ് മൈ മോം. അപ്പോൾ എനിക്കും ലൈക്ക് മീക്കുട്ടി ഒരു എൻ്റെ ബേബി ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, അവൾ ഒരു ഹാപ്പി ബേബി ഒന്നുമല്ല. അവൾ കൂടുതൽ അലമ്പാണ്, വഴക്കാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. മാമൂസൊക്കെ ആണെങ്കിലും തൊമ്മൂൻ്റെയൊക്കെ മാമൂസൊക്കെ അവൻ ഭയങ്കര കൂളായിരുന്നു. അച്ഛന് ഹൈഫൈയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടാണ് അവൻ പരിപാടി നടത്തുന്നത്. പക്ഷേ ഇവള് അലമ്പാക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ വലിയ അലമ്പൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു. ഞങ്ങളുടെ വീട്ടിലെ ലൈക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ തൊമ്മും മീയാണ്, 2 പിള്ളേരാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഒത്തിരി സന്തോഷം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹാളിൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ. പിന്നെ കേക്കും ഡോണറ്റ്സും മഫിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓൾറെഡി ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗ്രിൻഡെ ആയിരുന്നു ആങ്കറിങ് ചെയ്തത്. അവളാണ് എൻ്റെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓടി വരുന്നതും എല്ലാ കാര്യത്തിനും കൂടുന്നതും അവളായിരുന്നു. ചേട്ടായുടെ കല്യാണം മുതൽ മീക്കുട്ടിയുടെ മാമോദീസ വരെ എല്ലാ പരിപാടിക്കും അവളാണ് ആങ്കറിങ്ങും ബാക്കിയെല്ലാം എൻ്റെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് അവളായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ വാവയുടെയും പപ്പയുടെയും മമ്മിയുടെയും ഗ്രാൻഡ് എൻട്രി ഉണ്ടായിരുന്നു സ്റ്റേജിലോട്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫുൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ലാംപ് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. മിയയുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കൂടിയിട്ടാണ് ലാംപ് ലൈറ്റിംഗ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന കേക്ക് ഉണ്ടായിരുന്നില്ലേ, അത് നല്ല അടിപൊളി കേക്കായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് കേക്ക് എല്ലാവരും ഷെയർ ചെയ്തു കേട്ടോ. ഞാൻ ഇവളുടെ ഡെലിവറി ഇവിടെ ആദ്യം ലേബർ കൊണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് മെഡിസിൻ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ മെഡിസിൻ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ഒരു കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏത് കൊച്ചാണ് ഈ കാറിൽ പോയി വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന നേഴ്സിനോട് പറഞ്ഞു നിങ്ങളുടെ തന്നെ സന്താനം അതാ വരുന്നുണ്ടെന്ന്. That's just a very good memory. So, were you expecting a girl or a boy? അറിയായിരുന്നോ girl ആയിരിക്കുമെന്ന്? നിങ്ങൾ expectation ഉണ്ടായിരുന്നോ? എന്ത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആദ്യമേ ഒരു ഗേൾ ടീം മാത്രമായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ. ബോയിനെ വിചാരിച്ചു നീ ബോയ് ആണെങ്കിൽ വന്നത് ആലോചിക്കാറുണ്ട്. So, it was like അല്ലേ? ആർക്കാണ് മിയക്കുട്ടിയെ ഏറ്റവും കൂടുതൽ അറിയുന്നത്? സോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ബാക്ക് ടു ബാക്ക് ഇരിക്കാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ ആൻസേഴ്സ് വലുതാക്കി എല്ലാവർക്കും കാണുന്ന രീതിയിൽ എഴുതുക. ഓക്കെ? No cheating. Okay, can we start? Okay. So first question, what is Mia's favorite toy? മിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ട് ഏതാണ്? ടിക് വൺ പെട്ടെന്ന് എഴുതുക. ആലോചിക്കുന്നില്ല സ്വന്തം എല്ലാവർക്കും കാണുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞിട്ട് ഓക്കെ കിളിക്കാണ് ആൻസർ. റൈറ്റ് ആൻസർ ആണ്. എല്ലാവരും കൈ കൊടുത്ത്. ഫേവറേറ്റ് ഗ്രാൻഡ് പേരന്റ് തോമസ് പപ്പേനെയാണോ അതോ ജോലി മമ്മീനെയാണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? തോമസ് പപ്പേനെയാണോ അതോ ജോലി മമ്മീനെയാണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് എഴുതും. വീട്ടിൽ ചെല്ലുമ്പോൾ അടി ഉണ്ടാവുന്ന വിചാരിച്ച് എഴുതരുത്. ഇല്ല ഒറ്റ ചോയ്സ് ഓപ്ഷൻ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നല്ല മൊമെന്റ്സ് നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. റിലേറ്റീവ്സും എല്ലാവരും വന്നവരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫോട്ടോ സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോസും മീൻകുട്ടിനെ കാണാനുള്ളവരൊക്കെ കയറി കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവളാണേലും ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല മൂടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മൂടിൽ പുള്ളിക്കാരി കുറേ നേരം കളിയും ചീരിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പല്ലില്ലെങ്കിലും ഭയങ്കര രസമാണ് അവളുടെ മറ്റേ മോണ കാട്ടിയുള്ള ചിരിയൊക്കെ കാണാൻ കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാവരും ലൈക്ക് ഇപ്പോഴും എനിക്കത് ആ മൊമെന്റ്സ് ഭയങ്കര അടിപൊളിയായിട്ട് ഓർമ്മയുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജുവലിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലിജോ ചേട്ടായുടെ മഞ്ജു ചേച്ചിയുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും ആ ഒരു ദിവസം ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഫാമിലീസും എല്ലാവരും കൂടെ കയറിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. രണ്ട് ഫാമിലിയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. തൊമ്മു ആണെങ്കിൽ മിയനെ ഭയങ്കര ഇഷ്ടമാണ്. തൊമ്മുവിനെ മിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊമ്മു ചേട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം തൊമ്മു മിയയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവന് എന്താ ഭയങ്കര അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയ പോലെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് ഞാനും പിള്ളേരോട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ഡേ അവിടെ കഴിയുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇന്ന് നമ്മുടെ മീക്കുട്ടിയുടെ മാമോത്സവ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം പരിപാടി അടിച്ചുപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും തകർത്തടുക്കി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തിൻ്റെ ഭയങ്കര പീക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.